ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് സലാം പറയൽ സുന്നത്തില്ല. ഇനി അഥവാ ഭക്ഷണം കഴിക്കുന്ന ഒരാളോട് സലാം പറഞ്ഞാൽ അവിടെ രണ്ട് അവസ്ഥകൾ സാധ്യതയുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ വായിൽ ഭക്ഷണം ഉള്ള സമയത്താണ് സലാം പറഞ്ഞതെങ്കിൽ മടക്കൽ സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ല. അതേ സമയത്ത് വായിലുള്ള ഭക്ഷണം ഇറങ്ങിപ്പോയി അടുത്ത ഭക്ഷണം വായിലേക്ക് വെക്കുന്നതിൻ്റെ ഇടയിലാണ് പറഞ്ഞത് എങ്കിൽ മടക്കൽ നിർബന്ധം തന്നെയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നവരോട് സലാം പറയാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രവശം കൂടിയുണ്ട്. ഭക്ഷണം കഴിക്കുക എന്ന പ്രവർത്തനത്തിൽ മൈൻഡ്ഫുൾനെസ് ഉണ്ടായിരിക്കണം. അഥവാ നമ്മൾ ആ ഭക്ഷണം കഴിക്കുക എന്ന പ്രവർത്തനത്തിനെ പൂർണ്ണമായി മനസ്സുകൊണ്ട് ആസ്വദിച്ച് കഴിക്കണം. കയ്പ്പ് കയ്പ്പായിട്ടും മധുരം മധുരമായിട്ടും പുളി പുളിയായിട്ടും എരിവായിട്ടും ആസ്വദിച്ച് കഴിക്കണം. അപ്പോഴാണത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഉപകരിക്കുന്നതായി മാറുകയുള്ളൂ എന്ന് ശാസ്ത്രം നിരീക്ഷിക്കുമ്പോൾ സലാമിനെ പോലും മാറ്റി നിർത്താൻ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച പാഠത്തിൽ നമുക്ക് വലിയ അർത്ഥതലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം.